ഇടുക്കി രൂപത നാലാമത് മരിയൻ തീർത്ഥാടനം രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച് രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ സമാപിച്ചു. രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. സീറോ മലബാർ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശുദ്ധ കുർബാന. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇടുക്കിയുടെ മണ്ണിൽ ഇന്ന് ജപമാല പ്രാർത്ഥനകൾ ഉയരുകയാണ്. പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ജപമാലയും കയ്യിലേന്തി തങ്ങളുടെ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ഈ തെരുവീഥിയിലൂടെ ഇന്ന് മരിയൻ ഭക്തിയുമായി കടന്നുവരുന്നത്. ഇടുക്കി രൂപത നാലാമത് മരിയൻ തീർത്ഥാടനം ഇന്ന് ഇവിടെ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ചേർന്ന് 9:30 മണിയോടുകൂടി അഭിമന്യ പിതാവ് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ രാജകുമാരി ദൈവമാതാ ദേവാലയത്തിലേക്ക് നടത്തുകയാണ്. ഈ നാലാമത് മരിയൻ തീർത്ഥാടനത്തിന് ഇന്നലെ, അതായത് സെപ്റ്റംബർ 6-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്നും അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനടയായി 30 കിലോമീറ്റർ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനടയായി 3 മണിക്ക് ആരംഭിച്ച് രാത്രി 12 മണിയോടുകൂടി ഈ രാജാക്കാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 9:30 മണിയോടെയാണ് ഇപ്പോൾ 10,000 വിശ്വാസികളും വൈദികരും സന്യസ്തരും ചേർന്ന് വലിയൊരു ജപമാല പ്രാർത്ഥനയുമായി 9 കിലോമീറ്ററോളം നടന്ന് രാജകുമാരി ദൈവമാതാ ദേവാലയത്തിൽ ഈ ഒരു മരിയൻ തീർത്ഥാടനം, ഈ ഒരു മരിയൻ പ്രഘോഷണം എത്തിച്ചേരുന്നത്. പിതാവെ, ഇടുക്കി രൂപതയുടെ വലിയൊരു വിശ്വാസ പ്രഘോഷണ റാലിയാണ് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വെച്ചുകൊണ്ട് നടക്കുന്ന ഇടുക്കി മണ്ണിലൂടെ തന്നെ ഏറ്റവും വലിയൊരു പ്രഘോഷണ റാലിയാണ്. 10,000 ജപമാല ചൊല്ലിക്കൊണ്ട് അണിനിരക്കുന്നു എന്നുള്ളത്. 4 വർഷം മുമ്പ് നാലാമത് മരിയൻ തീർത്ഥാടനമാണ്. 4 വർഷം മുമ്പ് ഇങ്ങനൊരു മരിയൻ തീർത്ഥാടനം കാൽനടയെ ആരംഭിക്കുന്നത് അങ്ങേ പ്രചോദിപ്പിച്ചതാണ്. ഈ ഹൈറേഞ്ചിലെ ജനത വലിയ മാതൃഭക്തരാണ്. അപ്പോൾ അവർ ഈ ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകളിലും തന്നെ 8 നോമ്പ് വളരെ കാര്യമായിട്ട് ആചരിക്കുന്നതാണ്. ആളുകളെല്ലാം നോയമ്പെടുക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും കുമ്പസാരിച്ച് കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അത് 2019 ഈ തീർത്ഥാടനം ആരംഭിക്കുന്നത്. തുടർന്ന് 2 വർഷം കോവിഡ് ആയതുകൊണ്ട് മുടങ്ങിപ്പോയി. അങ്ങനെയാണ് 4ാമത്തെ തീർത്ഥാടനം. യഥാർത്ഥത്തിൽ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് നമ്മൾ ജനം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാധ്യസ്ഥം, വലിയ ശക്തി പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ നിന്നാണ് ഈ തീർത്ഥാടനം ആരംഭിച്ചത്. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രഘോഷണവുമാണ്. ഈ മലയോരത്ത് നിരവധിയായ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ജനമാണ് മലയോര ജനത. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങളോടും മറ്റുള്ളവരോടും ഞങ്ങൾ ഈ തീർത്ഥാടനം വഴി പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയും ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ 10,000-ലധികം ആളുകൾ സാധാരണഗതിയിൽ തീർത്ഥാടനത്തിൽ പങ്കുചേരാറുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ അത്ഭുതം ഈ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഉളവാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലിയ വിശ്വാസ ബോധ്യത്തിൽ നിന്നാണ് ഈ തീർത്ഥാടനം ആരംഭിക്കുവാനായിട്ട് ഇടയായത്. പിതാവെ, ഇത് 9.5 കിലോമീറ്ററോളം നടക്കുന്നുണ്ട് ഇന്ന്.
പക്ഷേ പിതാവ് ഇന്നലെ ഒരു 30 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇന്ന് ഈ രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേർന്ന്. രാത്രി 12 മണി വൈകി എത്തി. രാവിലെ 9:30 വീണ്ടും അങ്ങ് യാത്ര ആരംഭിക്കുകയാണ് ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ. ഈ ഒരു അധിക ഒരു ത്യാഗം എടുക്കുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഇത് ധാരാളം അൽമായർ ദീർഘദൂരം നടന്ന് തീർത്ഥയാത്ര നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് മലയാറ്റൂർ പോകുന്നുണ്ട്, മൈലാപ്പൂർ പോകുന്നുണ്ട്, വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ആണെങ്കിലും വിശുദ്ധ യാക്കോബിൻ്റെ വഴിയിൽ ഇവിടെ യാത്ര ചെയ്യുന്ന കിലോമീറ്ററുകൾ 6-7 ദിവസം 10-12 ദിവസം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ആദ്യം നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, അല്ലെങ്കിൽ പ്രയാസം തോന്നും എന്നുള്ള ഒരു മാനസികമായ പ്രയാസം പല ആളുകളെ അകറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം ആരോഗ്യം അത്യാവശ്യം തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇന്നലത്തെ ഞങ്ങളുടെ ഈ തീർത്ഥാടനം വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം അധികം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ എല്ലാ സ്ഥലത്തും ധാരാളം ആളുകൾ അതിൽ പങ്കുചേരുകയും ഈ ഹൈറേഞ്ചിലെ വഴി നിരന്ന വഴികളല്ല, കയറ്റവും ഇറക്കവും ഉള്ള വഴികളാണ്. അതെല്ലാം താണ്ടി ആളുകൾ വന്നത് വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ധാരാളം യുവജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു രീതിയിലും മടുപ്പും അനുഭവപ്പെടുന്നില്ല, ഇപ്പോഴും അനുഭവപ്പെടുന്നില്ല. ഇടുക്കിയുടെ പ്രിയ MP ശ്രീ ഡീൻ കുര്യാക്കോസും ഈ ഒരു മരിയൻ പ്രദക്ഷിണത്തിൽ പങ്കുചേരുകയാണ്. വിശ്വാസ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവമാണിത്. രാജകുമാരി മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശ പകരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അനുഭവം അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പദയാത്ര ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തലത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ് അതുവഴിയായി ഈ നാട് പ്രതീക്ഷിക്കുന്നത്. എല്ലാ മതസ്ഥരും ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ പദയാത്രയെ സ്വീകരിക്കുന്ന ഒരു സർവ്വമത കൂട്ടായ്മ ഉൾപ്പെടെ തൊട്ടുമുമ്പ് കണ്ടു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ്. ഈ നാടിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു മരിയൻ തീർത്ഥാടനത്തെ കാണുന്നത്. താങ്ക് യു സർ. ഇടുക്കി രൂപതയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജിൻസച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, എത്ര കിലോമീറ്റർ ഇപ്പോൾ പിന്നിട്ടു? ഒരുപാട് ഒരുക്കങ്ങളായിരുന്നു ഈ ഒരു വലിയൊരു വിശ്വാസ പ്രഘോഷണ റാലിക്ക് പിന്നിൽ. ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തീർത്ഥാടനം 9.5 കിലോമീറ്ററാണ് നമ്മളുടെ തീർത്ഥാടന ദൂരമുള്ളത് രാജകുമാരി പള്ളിയിലേക്ക്. അതിൻ്റെ ഏകദേശം 4 കിലോമീറ്ററോളം ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടായിരുന്നെങ്കിലും ആശങ്കകൾക്കൊന്നും അർത്ഥമില്ലാത്ത രീതിയിൽ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് മാറി. ഒരുപാട് വിശ്വാസികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നു. ധാരാളം വൈദികർ സമർപ്പിതരൊക്കെ പങ്കെടുക്കുന്നു. ഏകദേശം 1:30 രാജകുമാരിൽ എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷണമാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടത്തിയിട്ടുള്ള തീർത്ഥാടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ 4ാമത് മരിയൻ തീർത്ഥാടനം നടത്തുന്നത്. വിപുലങ്ങളായിട്ടുള്ള ഒരുക്കത്തോടും പ്രാർത്ഥനയുടെയൊക്കെ അവസാനമാണ് ഈ തീർത്ഥാടനം ഇന്ന് രാജകുമാരിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി രൂപതയുടെ വികാരി ജനറാളും രാജകുമാരി ദേവമാതാ ദേവാലയത്തിൻ്റെ വികാരിയച്ഛനുമായ അച്ഛനിപ്പോൾ നമ്മളോട് ചേരുകയാണ്. ഇടുക്കി രൂപതയെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ള ഒരു സുദിനമാണ് ഇന്ന്. രൂപതയിലെ അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപതാ കുടുംബം മുഴുവനും രാജകുമാരി മാതാവിൻ്റെ സന്നിധിയിലേക്ക് വലിയ ഒരു തീർത്ഥാടനം നടത്തുന്ന ഒരു ദിവസമാണ്. ആയിരക്കണക്കിന് ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ചും മാതൃഭക്തരായിട്ടുള്ള ആളുകൾ ജാതി മതഭേദമന്യേ രാജക്കാട് നിന്നും 10 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ത്യാഗ മനോഭാവത്തോടുകൂടി നടത്തുന്ന വലിയ ഒരു വിശ്വാസ പ്രഘോഷണമാണ്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലും വളരെ ഭംഗിയായിട്ട് ഈ നടത്തി 4ാമത് വർഷം ഇത് കുറച്ചുകൂടി തീക്ഷ്ണതയോടുകൂടി അടിമാലിൽ നിന്നും ഇതിന് ഒരുക്കമായിട്ട് ഇന്നലെ പദയാത്ര അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വം നടത്തിയിരുന്നു. ഇന്ന് അതിലും കൂടുതലായിട്ട് 10,000 ആളുകളാണ് രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ഇടവകളിൽ നിന്നും വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും ചേർന്ന്
രാജകുമാരി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ തീർത്ഥാടനം നടത്തുക. വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇടുക്കിയുടെ മണ്ണിൽ, അല്ലെങ്കിൽ ഈ ഹൈറേഞ്ച് മണ്ണിൽ വലിയൊരു മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രമാണ് രാജകുമാരി പള്ളി. അവിടെ വരുന്ന ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്. പള്ളിയെക്കുറിച്ചും കഴിഞ്ഞ 50 വർഷമായിട്ട് മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് രാജകുമാരി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവരായിട്ടുള്ള ധാരാളം ആളുകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇത് തേടി രാജകുമാരിയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തീർത്ഥാടനം തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും തന്നെ ധാരാളം ആളുകൾ ഇവിടെ വരികയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവർ സാക്ഷ്യപ്പെടുത്തി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് വളർന്നു വരുന്ന വലിയ ഒരു ഹൈറേഞ്ചിലെ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് രാജകുമാരി ദൈവമാതാ പള്ളി. ഇടുക്കി രൂപതയുടെ KCCയുടെ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയൊരു വിശ്വാസ പ്രഘോഷണമാണ് ഇപ്പോൾ ഈ ഒരു ഇടുക്കിയിലെ ഈ ഒരു ഹൈറേഞ്ച് റോട്ടിലൂടെ നടന്നുകൊണ്ട് പോകുന്നത്. 10,000-കണക്കിന് ആളുകൾ, അത്രമാത്രം ആൾക്കാർ ജപമാല ചൊല്ലിക്കൊണ്ട് വിശ്വാസത്തോടെ ഒരു പ്രഘോഷണ റാലി നടത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇടുക്കി രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ പ്രഘോഷണമാണ് ഈ മരിയൻ തീർത്ഥാടനം. രൂപതയുടെ ചരിത്രത്തിൽ ഇത് 4ാമത് മരിയൻ തീർത്ഥാടനമാണ് അരങ്ങേറുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ ഏറ്റവും വലിയ തീർത്ഥാടനം എന്നതിലുപരി ജാതിമത വർഗജനതകൾക്ക് അതീതമായി ധാരാളം ആളുകൾ, ഈശ്വരവിശ്വാസികൾ, ദൈവവിശ്വാസികളൊക്കെ അണിചേരുന്ന ഒരു വലിയ മരിയൻ തീർത്ഥാടനമാണിത്. ഹൈറേഞ്ച് മേഖല വലിയ പ്രതിസന്ധിയിലാണ്, നമുക്കറിയാം. സാമ്പത്തികമായി ഏറെ തകർന്നൊരു ഭൂപ്രദേശം, പ്രളയവും പ്രളയാനന്തരമുണ്ടായിട്ടുള്ള ദുരന്തങ്ങളുമെല്ലാം ഈ മേഖലയിലെ ജനജീവിതം വളരെ ദുസ്സഹമാക്കി തീർത്തിരിക്കുകയാണ്. കാർഷിക മേഖല നിലനിൽപ്പിനായി പാടുപെടുകയാണ്. 7-8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ ഇങ്ങോട്ട് കടന്നു വന്ന ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സത്യവിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രഘോഷണം, തങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ തീർത്ഥാടനമാണിത്. ഒരു വലിയ വിശ്വാസ പ്രഘോഷണം എന്നതിലുപരി അതോടൊപ്പം തന്നെ ഈ ജനതയുടെ വലിയ നിലവിളിയും പ്രാർത്ഥനയുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഈ തീർത്ഥാടനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളുടെ എണ്ണം പെരുകി വരുന്ന ഈ തീർത്ഥാടനം ഈ ഹൈറേഞ്ചിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തീർത്ഥാടനമായി മാറിയിരിക്കുകയാണ്.